കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന സംഭവത്തിൽ അന്വേഷണം അട്ടിമറിച്ച് സർക്കാർ. ഉന്നതതല സാങ്കേതിക സമിതിയെ നിയോഗിച്ച ഉത്തരവ് മരവിപ്പിച്ച് ആരോഗ്യവകുപ്പിൻ്റെ പുതിയ ഉത്തരവ്. സർക്കാരിൻ്റെ പുതിയ നീക്കം അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാലുണ്ടാകുന്ന തിരിച്ചടി ഭയന്നാണ്. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ടും സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ജനം ബ്രേക്കിംഗ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ സെപ്റ്റംബർ 1-നാണ് ആരോഗ്യവകുപ്പ് ഉന്നതതല സാങ്കേതിക സമിതിയെ പരിശോധനയ്ക്ക് നിയോഗിച്ചത്. PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ധനകാര്യ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി തുടങ്ങി 5 അംഗ സമിതിയായിരുന്നു നിയോഗിച്ചത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു ഉത്തരവ്. ആവശ്യമെങ്കിൽ ആശുപത്രി കെട്ടിടം കൊണ്ട് ബലപരിശോധന നടത്താൻ IIT, NIT വിദഗ്ധരുടെ സഹായം തേടാനും നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ സമയപരിധി കഴിഞ്ഞിട്ടും സമിതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെന്ന് മാത്രമല്ല, സെപ്റ്റംബർ 25-ന് ഉന്നതതല സാങ്കേതിക സമിതിയെ നിയോഗിച്ച ഉത്തരവ് സർക്കാർ മരവിപ്പിക്കുകയും ചെയ്തു. PWD പരിശോധനയിലെ വിവരങ്ങളും ഒപ്പം ഉന്നതതല സാങ്കേതിക സമിതിയുടെ റിപ്പോർട്ടും പുറത്തുവരുന്ന സാഹചര്യമുണ്ടായാൽ ഇപ്പോൾ തന്നെ നാണക്കേടിൻ്റെ പടുകുഴിയിലായ ആരോഗ്യവകുപ്പിനും സർക്കാരിനും അത് കൂടുതൽ തിരിച്ചടിയാകും. ഇതേ തുടർന്നാണ് ഉന്നതതല സാങ്കേതിക സമിതിയെ നിയോഗിച്ച ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചത്. നേരത്തെ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടും സർക്കാർ പൂഴ്ത്തിയിരിക്കുകയാണ്. തുടർ നടപടികൾക്കായി ഉന്നതതലങ്ങളിൽ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്നാണ് വിവരാവകാശ അപേക്ഷയിൽ ആരോഗ്യവകുപ്പ് നൽകിയ മറുപടി. കഴിഞ്ഞ ജൂലൈ 3-നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കാലപ്പഴക്കമുള്ള കെട്ടിടഭാഗം തകർന്നു വീണ് മകൾക്ക് കൂട്ടിരിക്കാൻ ആശുപത്രിയിലെത്തിയ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ചത്. ആരോഗ്യവകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്ന സംഭവത്തിലെ വാസ്തവം മറച്ചുപിടിക്കുകയാണ് സർക്കാർ. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.